വാ. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി കയറ. എന്താ പേര്? ഭരതൻ. വീട്ടുപേര്? തെക്കുംകൂർ പാലസ്. അമ്മയുടെ പേര്? ലക്ഷ്മി ഭായ്. തന്തയുടെയോ? കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. അയാള് തന്നെയാണ് നിന്റെ തന്തയെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? നിയമം പഠിക്കാൻ കൽക്കത്തയിലേക്ക് പോയ തെക്കുംകൂർ പാലസിലെ തമ്പുരാട്ടി പഠിച്ചത് മാർക്സിസവും ലെനിനിസവും. ചുവന്ന മണ്ണിൽ നിന്നും തിരിച്ചെത്തിയ തമ്പുരാട്ടി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് വേട്ടയാടുന്ന സഖാക്കൾക്കായി സ്വന്തം കിടപ്പറവാതിൽ തുറന്നുകൊടുത്തു. ചോരത്തിളപ്പുള്ള സഖാക്കളെ കൂടെ കടത്തി വിപ്ലവത്തിന്റെ വിത്തുപാകി. തമ്പുരാട്ടിയുടെ കിടപ്പറ പകർത്ത സഖാക്കളിൽ ഒരാൾ മാത്രം, ചീമേനി കുഞ്ഞാമ്പു. അയാളാണ് തന്ത എന്നൊരു വിശ്വാസം. തള്ള പറഞ്ഞു തന്ന തന്ത അല്ലടാ. ആ തന്തയുടെ കോളത്തില് തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നെഴുതി. ചത്തിട്ടില്ല, ജീവൻ ബാക്കി വച്ചിട്ടുണ്ട്. കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. സഖാവിന് വേണമെങ്കിലേ ചുമന്നോട്ട് വയ്ക്കോ. വണ്ടി എടുത്ത് വരണം. മാറ്റും. പറയാനുള്ളത് പറഞ്ഞിട്ട്. ഉടുമ്പിന്റെ ചോര കുടിച്ച് വളർന്നവനാടാ ഭരതൻ. കാക്കിയിട്ടവന്മാർ ഒഴിഞ്ഞാലും പിഴിഞ്ഞാലും ഒന്നും കേക്കില്ല. നീ എന്നോട് കളിച്ച കളിയുണ്ടല്ലോ, ലോൺ എടുത്ത കളിയാ. ഓർമ്മിച്ചോ നീ? മുതലും പലിശയടക്കം നിനക്ക് ഞാൻ തിരിച്ചു തരും. അതാ ഭരതന്റെ ഒരു സ്റ്റൈല്. ജന്മസിദ്ധിയുണ്ട് നിനക്ക്.
മനോധർമ്മം അസലായിരിക്കുന്നു. മനോധർമ്മത്തിനെ ഭരതനൊട്ടും പറയില്ലല്ലോ. ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മോനല്ലേ? ലക്ഷ്മിഭായിയുടെ മകനല്ലല്ലോ, ജാരസന്തതി. ഭരതന്റെ തന്ത കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. ഫു! കക്കയം ക്യാമ്പിലിട്ട് പോലീസ് തല്ലിപ്പഴിപ്പിച്ചു. 2.5 കൊല്ലം ചോര ചുമച്ചുപ്പി ചത്തുന്നാ കേട്ടത്. അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കാതാ. ഒന്നില്ലെങ്കിൽ അച്ഛനല്ലേ? അച്ഛൻ വിപ്ലവത്തോട് ഭ്രമം തോന്നിയ തമ്പുരാട്ടിക്ക് വയറ്റിലുണ്ടാക്കിയാൽ മാത്രം പോരായിരുന്നു. വിളിച്ചിറക്കി 4 ആളുടെ മുമ്പിൽ വെച്ച് ഒരു മാലയിടാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. അല്ലാണ്ട് എന്റെ അമ്മ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടാ. ആഹാ, കൃഷ്ണുണ്ണി മാഷോ? അതേടോ, ഞാൻ തന്നെ. വിലാസം പറഞ്ഞ് വീടന്വേഷിച്ചപ്പോ ജംഗ്ഷനുള്ളവർ പറഞ്ഞു തെമ്മാടിയും താതോന്നിയുമായ ഭരതന്റെ വീരകഥകള്. ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം, ഗുരുവിനേക്കാളും വളർന്ന പ്രിയ ശിഷ്യനെ ഒന്ന് കാണുക. മൃദംഗം വായന ജീവിതോപാധിയാക്കിയ ഈ ഗുരുവിന് അറിയാത്തത് അഭ്യസിക്കാൻ നീ തഞ്ചാവൂർക്ക് യാത്ര തിരിച്ചപ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തുകൽ വാദ്യങ്ങളുടെ തമ്പുരാനാകട്ടെ. തഞ്ചാവൂർക്ക് പോയില്ല, ഈ മണ്ണിലേക്ക് തന്നെ പോന്നു. അവസാനം തീരുമാനിച്ചു അമ്മയുടെ ഓർമ്മയുമായി ഇവിടെ തന്നെ ജീവിച്ചു മരിക്കാമെന്ന്. കർമ്മഫലം അരുതാത്തതൊന്നും ചെയ്യിക്കരുതെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാ കുട്ടിയെ. ആയടോ, മനസ്സിന് ശാന്തത കൈവരിക്കാൻ മൃദംഗം വായനയ്ക്ക് കഴിയും. സംശയിക്കണ്ട. താനവിടെ ഇരിക്കുക, താനവിടെ ഇരിക്കുക. ഇരിക്കണോ? അതിന് തരിക. ഈശ്വര, വായിക്ക. വായിക്കണോ? സിദ്ധി നശിക്കില്ല കുട്ടിയെ. ജാതകമേ നിനക്ക് കുറഞ്ഞിട്ടുള്ളൂ. ശ്രമിക്കുക. തകദേവി തകജേണു, 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 തകദേവി തകജേണു. എന്താ ഭരത, വായിച്ച് അവസാനിപ്പിക്കുക. എനിക്ക് ഈ ജന്മത്തിൽ ഞാൻ ഇനി ഇത് കൈകൊണ്ട് തൊട്ടാൽ ഗുരുനിന്ദയാവും. ചെയ്ത അപരാധങ്ങളെ കുറിച്ച് ബോധമുണ്ട് എനിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷം കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണം. എന്താണീ നോക്കി പേടിപ്പിക്കുന്നേ? ദേവഗാന്ധാരി രാഗത്തിൽ ഗജേന്ദ്ര മോക്ഷം അഭിനയിക്കുമ്പോൾ ആനയുടെ ചൂടുവയ്പ്പിനും മുതലയുടെ ചലനങ്ങൾക്കും പകരം എന്തേലും ഇങ്ങനെ കാണിച്ചാൽ മതിയോ? യഥോ ഹസ്ത തതോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തതോ മന, യഥോ മന തതോ ഭാവ, യഥോ ഭാവ തതോ രസ. തലേ കയറിയോ? ഉരുട്ടി എറിയുമ്പോലല്ല, സാധകം വേണം, സാധകം. ആദ്യം അഹങ്കാരം കൊണ്ട് കളയണം, എന്നാലും നന്നാവും. ഒരു നർത്തകിക്ക് വേണ്ട 10 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോടി ഉണ്ടക്കണ്ണി? ജീവസ്ഥിരത്വം രേഖാച, ഭ്രമരീ ദൃഷ്ടി ആശ്രമ, മേധാശ്രദ്ധ വജോഗീത, പാത്രപ്രാണദശസ്മൃതം. എന്ന് വെച്ചാല് ജീവ വേഗതയുണ്ടായിരിക്കണം, സ്ഥിരത്വം സ്ഥിരതയുണ്ടായിരിക്കണം, രേഖ ആകൃതി ശരീരഘടന, ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ്, ദൃഷ്ടി കണ്ണ് നന്നായിരിക്കണം, ശ്രദ്ധ ശ്രദ്ധ തന്നെ, വജോ വാക്സ്ഫുടത പല്ലി കരിയും പോലെ ആവരുതെന്ന്,
ഗീതം പാടാനുള്ള കഴിവ് അമറരുതെന്ന്. നിനക്കിതിൽ എന്തൊക്കെ ഗുണമുണ്ടെന്നും ഇല്ലെന്നും അറിയാൻ നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കും. നന്നാവണമെന്നുണ്ടെങ്കിൽ കേട്ടോടി കൊരങ്ങി. ഹിം. ഇവൻ ആരാണെന്ന ഭാവം? ആ പെങ്കൊച്ചായോണ്ട് കരണക്കുട്ടിക്കൊണ്ട് കൊടുത്തില്ല. ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ടല്ലോ. ഈ പ്രായത്തിൽ ആർക്കാ ചാബല്യം തോന്നാത്തത്? ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. ആ തിരുമേനി പാർട്ടി ഓഫീസിൽ കയറി വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ഇതൊക്കെയാണോ ചാബല്യം? തരവഴി എന്നതിന്റെ പേര്, തരവഴി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലുള്ള നിപ്പും മട്ടുമൊക്കെ ഉണ്ടാവട്ടല്ലോ. ഇതുപോലൊരു ശുദ്ധൻ ഈ ലോകത്തിലില്ലെന്ന് തോന്നും. കയ്യിലിരിപ്പോ വെറും നെമ്മാടിത്തരം. മതി മതി, ഞാൻ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയാൽ എങ്ങനാ? നിനക്കിഷ്ടമുള്ള ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും ഉണ്ട്. അത് ആരാ കഴിക്കാ? ഈ രാത്രി ഇവിടുന്ന് ആരും എങ്ങും പോകുന്നില്ല. ഊണുവർക്കൊക്കെ ഇവിടെ തന്നെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സഖാവ് ഗഫൂറിന്റെ കുടുംബ പ്രശ്നം പാർട്ടി തലത്തിലൊന്ന് ചർച്ച ചെയ്യണം. പാർട്ടിക്കാര്യം പാർട്ടി ഓഫീസിൽ. വാ ഭരത. കാരണവരെ മനസ്സിലായില്ലല്ലോ. പഴയ ഒരു സഖാവാ, കേട്ടിട്ടുണ്ടാവും. പൂപ്പള്ളി രാഘവൻ എന്നാ പേര്. ഓ, സഖാവാണല്ലേ. വയലാർ പുന്നപ്ര വിപ്ലവങ്ങളിലൊക്കെ. ആ തന്നെ തന്നെ. ആ ആ ആ. അന്ന് പോലീസുകാര് തല്ലിച്ചതച്ചതിന്റെ ഹേമദണ്ഡ. ഇടിയും തൊഴിയും ഏറ്റതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല അല്ലേ? പാവം. വല്ല MLA മന്ത്രിയൊക്കെ ആയിക്കൂടായിരുന്നോ? ഹരിതാത്ര പറയല്ലേ സാറേ. എതിരാളികൾക്കൊക്കെ എന്താ പറഞ്ഞു നടക്കാനാവാത്തെ? പോലീസുകാർക്ക് ഇപ്പോഴും മനസാക്ഷി ഇല്ലാന്നുണ്ടോ? എടോ കാർന്നൂരെ, സഖാവാണെന്ന് ഞാൻ നോക്കില്ല. പോലീസുകാരെ മാറ്റാതൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇടിച്ചതിന്റെ. പല്ലും പരണ്ടയില്ലാത്ത കുറെ സഖാക്കൾ ഇറങ്ങിയിരിക്കണം. പഴയ വിപ്ലവ കഥയും പറഞ്ഞു. രാഘവേട്ടാ, ഒന്ന് തെന്നി വീണു. കണ്ണട ഉണ്ടേലും കാഴ്ച കുറവാണ്. ഗിലാവ് വിളിച്ച കയ്യ കരുത്തുണ്ട്, വേദനെടുക്കും. കാക്കിയിടുന്നത് അല്ലടോ, അതിനുള്ളിലെ മനുഷ്യത്വമാണ് വലുത്. ഇതുപോലെ പുഴുക്കത്തുള്ള കുറെ ഉണ്ട് നിങ്ങളുടെ സേനയില്. ഞാനത് ശരിയാക്കി തരാം. ബലം പിടിക്കണ്ട, ഇത് സഖാ. അതൊക്കെ മനസ്സിലായടോ?